Good evening and welcome to Luna's Comedy Super Night. Luna's Comedy Super Night in ഈ വേദിയിലേക്ക് നമുക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം സുരാജേട്ടനെ. നമസ്കാരം. നമസ്കാരം. എല്ലാ സുന്ദരി സുന്ദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. സുഖമല്ലോ? സുഖമല്ലേ? അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ ഒരു യാത്ര പോവാം. ഓക്കെ. ഇന്ന് ആരാ ഗസ്റ്റ്? ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ വേദിയിലെ സ്ഥിരം സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ശ്രീ ടിനി ടോം. യെസ്, ടിനി ടോം. വന്നാ മതി. ഡാൻസും പാട്ടൊന്നുമില്ല എനിക്ക്. എന്താ? അല്ല, സാധാരണ ഞാൻ എൻട്രി ചെയ്ത് വരുമ്പോ ഡാൻസും പാട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അതെന്താ? ഇല്ല ടിനി, നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഓരോ കോട്ട ഇങ്ങനെ നിർവഹിച്ചിട്ടുണ്ട്, ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ടിനി ഇപ്പൊ 3-4 പ്രാവശ്യമായി. അപ്പൊ ഇനി ഇപ്പൊ ഡാൻസും പാട്ടെന്ന് വെച്ചാൽ എന്തോരം ചെലവാന്നറിയോ? അരെ, ഈ ലൈറ്റ് വേണം, പിന്നെ ഫ്ലോർ റെഡി ആക്കണം, ഡാൻസേഴ്സിന്, അതൊക്കെ ഒരുപാട് ചെലവാണ് ടിനി. അതൊന്നും അല്ല ചേട്ടാ കാര്യം. ഡാൻസേഴ്സ് ഫുഡ് കഴിക്കാൻ പോയിരിക്കും, അതുകൊണ്ട് തൽക്കാലത്തേക്കൊന്ന് ഫുഡ് കഴിക്കാൻ പോയേക്കണം. നമുക്ക് കഴിച്ചിട്ട് വരാം. വേണമെങ്കിൽ കഴിച്ചിട്ട് തുടങ്ങാം കേട്ടോ. അല്ല, കഴിക്കാൻ എന്തൊക്കെയുണ്ട്? ചിക്കൻ ഒഴികെയുള്ള എല്ലാ വിഭവങ്ങളും റെഡിയാണ്. ഇത് എന്ത് പരിപാടി? ഇത് ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെട്ടി കുറക്കാൻ പറ്റും? ചിക്കനൊക്കെ കുറക്കേണ്ട ആവശ്യമില്ല. ചേട്ടാ ചിക്കനോട് ഇത്ര താല്പര്യം? ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഭക്ഷണമല്ലേ ചിക്കൻ. അത് ജീവിച്ചിരിക്കുമ്പോൾ ഒരു കോഴിനെ മേടിക്കണമെങ്കിൽ 150 രൂപ മതി. പക്ഷെ ഇതൊരു വിഭവമാക്കി എടുക്കും. അതായത് ഒരു കാല് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മൾ ചിക്കൻ ലെഗ് പീസ് എന്നൊക്കെ പറഞ്ഞ് മേടിക്കുമ്പോൾ 450 രൂപ കൊടുക്കേണ്ടി വരും. അത് ഹോട്ടലിന്റെ റേറ്റ് അനുസരിച്ചിട്ട് ഈ നക്ഷത്രം കൂടുന്നതിനനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പൊ 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു കാല് വെച്ചിട്ട് കുറെ അറക്കപ്പൊടിയൊക്കെ ഇട്ട് തരികയാണെങ്കിൽ 10,000-3000 രൂപ ഒക്കെ മേടിക്കും. ജീവിച്ചിരിക്കുന്ന കാര്യം വിട്. ജനിക്കുന്നതിന് മുമ്പും ജനിച്ചതിന് ശേഷവും മനുഷ്യരാൽ ഭക്ഷിക്കുന്ന ഒരേ ഒരു സാധനം ചിക്കനാണ്. ജനിക്കുന്നതിന് മുമ്പ് മുട്ട, അത് ഓംലേറ്റ്, ബുൾസൈ, എഗ് ബുർജി, പിന്നെ അങ്ങനെ പല പല വിഭവങ്ങളാണ്. കോഴി ജീവിച്ചിരിക്കുമ്പോൾ ഒറ്റ പേരേ ഉള്ളൂ. എന്താണ്? കോഴി. പൂവൻ കോഴി അല്ലെങ്കിൽ പിടക്കോഴി. ഇപ്പൊ വീട്ടിലേക്ക് കഴിക്കുമ്പോൾ പോ കോഴി, ഇങ്ങോട്ട് മാറി കോഴി, ഈ കോഴിയെ കൊണ്ട് ഭയങ്കര ശല്യം, ഇങ്ങനെ പറയും കോഴി. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പേരുകളിലാണ് അറിയപ്പെടുന്നതെന്നറിയോ? കോഴി മരിച്ചു കഴിഞ്ഞാൽ ഇതാ കേട്ടോ: ചിക്കൻ പെരട്ടിയത്, ചിക്കൻ വരട്ടിയത്, ചിക്കൻ ടിക്ക, ചില്ലി ചിക്കൻ, ചിക്കൻ ബിരിയാണി, ജിഞ്ചർ ചിക്കൻ, കടായി ചിക്കൻ, ഷവായി ചിക്കൻ, ഷവർമ, കേത്തൽ ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ, ബട്ടർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ ഒലത്തിയത്, ചിക്കൻ മലബാറി, ചിക്കൻ ചെട്ടിനാട്, പിന്നെ പുയ്യാപ്പിള ചിക്കൻ, ഡ്രാഗൺ ചിക്കൻ, ചിക്കൻ ഡ്രം സ്റ്റിക്ക്, ഫ്രൈഡ് ചിക്കൻ, ചിക്കൻ ചീറിപ്പാഞ്ഞത്, ചിക്കൻ നിർത്തി പൊരിച്ചത്, ചിക്കൻ കിടത്തി പൊരിച്ചത്, ചിക്കൻ ഇരുത്തി പൊരിച്ചത്, എന്തെല്ലാം പേരിലാണ് മരിച്ചതിന് ശേഷം ചിക്കൻ അറിയപ്പെടുന്നത്. പക്ഷെ മനുഷ്യനൊരു കാര്യമുണ്ട്, മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ പല പേരിൽ അറിയപ്പെടും. സുരാജ്, ടിനീട്ടോ, അശ്വതി, ജോബി, നെൽസൺ, രതീഷ്, സീത എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഒറ്റ പേരുള്ളൂ: ബോഡി. ഹലോ, ബോഡി എപ്പോഴാണ് എടുക്കുന്നത്? ഞാൻ 10 മണിക്ക് ശേഷമേ വരുള്ളൂ, അതിന് ശേഷമേ ബോഡി എടുക്കാൻ പാടുള്ളൂ. ഉടനെ ബോഡി 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 സൂക്ഷിച്ചിരിക്കും. ഇനി സ്വന്തം ഭർത്താവ് മരിച്ചു കിടക്കുകയാണ്, അതുവരെ എൻ്റെ ചേട്ടാ ഇതാണ്. പക്ഷെ അവർ എന്തെങ്കിലും ആ ബോഡിക്കകത്തുണ്ടെങ്കിൽ ഓടി വന്നിട്ട് പറയും, അയ്യോ ബോഡി കിടന്ന മാല എവിടെ? ദുബായിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചു ചോദിക്കും. സ്വന്തം അച്ഛനായിരിക്കും, ഹലോ ഞാൻ വന്നിട്ടേ ബോഡി എടുക്കാവേ. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ബോഡിയായി, പിന്നെ അച്ഛനും ജ്യേഷ്ഠനും അനുജനും ഒന്നുമില്ല. പിന്നെ മലയാളത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്ന ഭാഷയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ മലയാളത്തിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് ബോഡി എന്നല്ല, ശവം. ഒറ്റ വാക്കുള്ളൂ. കോഴി ചത്താണെങ്കിൽ ശവം. ഇപ്പൊ ഒരു കോഴിയെ കണ്ടു കഴിഞ്ഞാൽ ദേ പോകുന്ന മനുഷ്യൻ എന്ന് വിളിക്കില്ല. പക്ഷെ ചില മനുഷ്യരെ കണ്ടാൽ ദോ പോകുന്ന ഒരു കോഴി, അതെന്താ പറയുന്നത്? അതെന്തിനാ അങ്ങനെ കോഴി എന്ന് പറയുന്നത്? അത് ഇപ്പൊ സുരാജ് ഡ്രസ് ചെയ്ത് വരുമ്പോ നന്നായിട്ട് ഡ്രസ് ചെയ്തിട്ടുണ്ട്. അതെ, ഡ്രസ് ചെയ്തെന്ന് വെച്ചാൽ നല്ല ഓരോ നന്നായിട്ട് ഡ്രസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കോഴിയെ ഡ്രസ് ചെയ്തെന്ന് പറഞ്ഞാൽ നഗ്നത കാണിക്കാൻ വേണ്ടിയാണ്. ഡ്രസ് ചെയ്ത കോഴി ഒറ്റ ഒരു പീസ് തുണി ഉണ്ടാവില്ല, ഇതുപോലും ഉണ്ടാവില്ല. എല്ലാ പപ്പും എല്ലാം അബുസലീം ജിമ്മ് പിടിച്ച് നിൽക്കണവരിക്കും. സുരേട്ടാ, നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ഒക്കെ മേടിക്കുമ്പോഴേ അതിന്റെ മുകളിൽ ഈ സവോള വട്ടത്തിൽ മുറിച്ചിടുന്നത്? ശരിക്കും ഞാനൊരു ഷെഫല്ല, എന്നാലും അത്യാവശ്യം കുക്ക് ചെയ്യാറുണ്ട്. ഈ ചോദിച്ച നല്ല ചോദ്യമാണ്. അതായത് ഒരാൾ മരിക്കുമ്പോൾ അതിന്റെ പുറത്ത് റീത്ത് വെക്കാറുണ്ട്, ഓരോരുത്തരുടെ സ്നേഹപ്രകടനം അതൊന്ന് ആഘോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അതുപോലെയാണ് ഈ ചിക്കന്റെ പുറത്തായിട്ട്, ചത്ത കോഴിയുടെ പുറത്ത് ഇങ്ങനെ സവാള റീത്തിനെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ. അതുപോലെ തന്നെ കോഴി മലയാള സിനിമയ്ക്ക് ഒരുപാട് ഉപഹാരങ്ങൾ നൽകിയിട്ടുണ്ട്. കോഴി എന്ന് പറഞ്ഞാൽ കോഴി എന്ന നാമകരണം, അതായത് സണ്ടക്കോഴി, പന്തയക്കോഴി, കൊക്കരക്കോ, അങ്ങനെ ഒരുപാട് അല്ലേ പല പേരിലാണ്. കുണുക്കിട്ട കോഴി,
പക്ഷെ ഇനി ആ കുണുക്കിട്ട കോഴി വെച്ചിട്ട് ഒരു പാട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കോഴിയെ നാമകരണം ചെയ്തുകൊണ്ട്. അത് ശ്രീനേട്ടനാണ് പാടിയത്. കുണുക്കിട്ട കോഴി കൂളക്കോഴി കുന്തൻ ചെരുവിലെ വയറ്റാട്ടി നീ കേട്ടോ നീ കേട്ടോ. എൻ്റെ തലയിൽ കംപ്ലീറ്റ് മ്യൂസിക് കടന്ന് കളിക്കുക. ഇനി കുറച്ച് കോഴിയുടെ ശബ്ദം, അല്ല സിനിമാ താരങ്ങളുടെ ശബ്ദം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ തൊണ്ട കൊണ്ട് വേരിയേഷൻസ് വരുത്തിയിരിക്കുന്നത്, അത് ഡയലോഗ് റെൻഡറിങ്ങിലും അഭിനയത്തിലും എല്ലാത്തിലും ചെയ്തിരിക്കുന്ന ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടൻ കമൽഹാസനാണ്. ഉലകനായകൻ കമൽഹാസൻ. ഉലകനായകൻ. ഇന്ത്യൻ എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു വൃദ്ധനായിട്ട് വന്നു. അത് ബോഡി, അതിൻ്റെ ഒരു മാനറിസവും ശബ്ദവും എല്ലാം വ്യത്യാസമായിരുന്നു. അപ്പൊ അത് ഞാൻ അവതരിപ്പിക്കും. நான் இந்தியன். எஸ், ஐ ஆம் சேனாபதி. நீங்கள் செய்தது சாதாரண குற்றமல்ல, தேச துரோகம். இங்கை கடமை செய்யறதுக்கு லஞ்சம், ரேஷன் கார்டுக்கு லஞ்சம், அறப்பலேந்து இறப்பு வரைக்கும், பிரசவாசுபத்திரிந்து சுடுகாடு வரைக்கும் லஞ்சம் 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 லஞ்சம். இந்த லஞ்சம் பறவை நாட்டை அழிச்சுக்கிட்டு லஞ்சம் ஒழியணும். அது வரைக்கும் போராட்டம் தொடரும். ஜெய் ஹிந்த், വന്ദേ മാതരം. സൂപ്പർ. ഇനി വേരിയേഷനുള്ള മറ്റൊരു ഇനിയിപ്പോ വിശ്വരൂപം, നമ്മള് അദ്ദേഹത്തിന്റെ ഒടുവിൽ കണ്ട ഒരു ചിത്രത്തില് അതില് വേറെ രീതിയിലുള്ള റെൻഡറിങ് ആണ്. അദ്ദേഹത്തിന്റെ കുറച്ച് ഷിവറിംഗ് ഒക്കെ ചേർന്നിട്ടുള്ള ശബ്ദമാണ്. என் ரத்தத்தில் ஊறிய பணம் அப்பாவ ரத்தத்தில் என் வாழ்க்கையில் நிறைய நல்லது செஞ்சிருக்க, கெட்டதும் செஞ்சிருக்க. ஆனா நான் சத்தாலும் அழிக்க முடியாத பாவம் நெற்றியில் எழுதியிருக்கேன். Do I answer your question? ரெண்டும் சேர்ந்தது நான் தான். I'm a hero and a villain. I'm good and I'm bad. ഒരു മാറ്റമല്ല, സൂപ്പർ ആയിട്ടുണ്ട്. ഇനി വരുന്ന ഗസ്റ്റ് ആരാ? അപ്പൊ ഇനി നമ്മുടെ ഈ വേദിയിലേക്ക് ഗസ്റ്റ് ആയിട്ട് എത്താൻ പോകുന്നത് മലയാളത്തിലെ വളരെ ശ്രദ്ധേയായ യുവ ഗായിക അന്ന കത്രീന.
നല്ല ഡാൻസ് ആയിരുന്നു. പാട്ട് മാത്രമല്ല ഡാൻസും വഴങ്ങുമെന്ന് തെളിയിച്ചു. എന്താണ് മലയാളം അങ്കായിട്ട്? ഞാൻ മലയാളിയാണ്, പക്ഷെ എല്ലാരും കൂടി എന്നെ ഒരു ഇംഗ്ലീഷുകാരി ആക്കിയതാണ്. അതുകൊണ്ടാ സുരാജേട്ടനെങ്കിലും അത് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു ഞാൻ. സുരാജേട്ടാ ശരിക്കും എവിടെ ജനിച്ചത്? കോട്ടയം 4 കോടി. 4 കോടിയാ? എന്നാന്ന് വെച്ചാലേ ഞങ്ങൾ ആ കോട്ടയംകാരൊക്കെ ജീവിതത്തിൽ എത്ര കോടിയുണ്ട്? ഇപ്പൊ എവിടെ താമസം? ഞാൻ കല്യാണം കഴിച്ച് സെറ്റിൽ ആയിരിക്കുന്ന കോട്ടയത്താണ്. ആ. എൻ്റെ അച്ഛനും അമ്മയും എറണാകുളത്ത് താമസിക്കുന്നത്. മൈ എൻ്റെ അച്ഛനും അമ്മ. അതെന്താ ഈ മൈ എൻ്റെ അച്ഛനും അമ്മ? ഞാൻ ഇംഗ്ലീഷ് ഇങ്ങനെ പറയാൻ ഇംഗ്ലീഷ് പറയൂ, അതല്ലേ നമുക്ക് എനിക്ക് അല്ല, ഇഷ്ടപ്പെട്ട ഭാഷ. എന്നെ കണ്ടിട്ടേ ക്രിസ്മസ് കേക്കിന്റെ മുകളിൽ അവിയലിട്ടേക്കണം, ഉടുത്തൊരുക്കിയിട്ട് മുല്ലപ്പൂ വെച്ച് അല്ലേ? എന്താ ഇങ്ങനെ? ഒരിക്കലും കാണാത്തൊരു ഗെറ്റപ്പ്. ഞാൻ ആക്ച്വലി ഒരു ഫ്രീക്കൻ ലുക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതേ പിടിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ പൂവൊക്കെ വെച്ച് മനസ്സിലായില്ലേ ഇതേ പിടിക്കുന്നു. വെറുതെ ആയി പോയി. വലിയ ജീൻസ് ഒക്കെ ഇട്ട് വന്നാൽ മതിയായിരുന്നു. അതല്ലേ രസം, എല്ലാരും കാണാൻ ആഗ്രഹിക്കുന്ന. പ്രത്യേകിച്ച് അന്ന കത്രീന പാടിയ പാട്ടും ന്യൂ ജനറേഷൻ സോങ് ആയിരുന്നു അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്തായാലും ന്യൂ ജനറേഷൻ ഡ്രസ്സിൽ തന്നെ വരാം. എന്ന് വെച്ചാൽ ഈ ഡ്രസ്സിന് പോരായ്മയൊന്നുമില്ല. ഇതൊരു പഞ്ചാബി സ്റ്റൈൽ അല്ലേ? പാകിസ്ഥാനി. എനിക്ക് പഞ്ചാബി ആയിട്ടാ. അല്ല, പാകിസ്ഥാനിലും പഞ്ചാബ് ഉണ്ടല്ലോ. ഈ കോസ്റ്റ്യൂമിന് ചേരുന്നത് നമ്മുടെ അപ്പങ്ങളും പാടും ഒറിജിനൽ വേർഷൻ നമ്മളിപ്പോ കേട്ടു. അതായത് നമ്മളിപ്പോ കേട്ട് നമ്മൾ ഒറിജിനൽ എന്ന് വിചാരിക്കുന്ന വേർഷൻ. പക്ഷെ ഇതിന് മുൻപ് ഇതിനൊരു പഴയ വേർഷൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അത് രണ്ടുപേരും, അതാണ് ഈ കോസ്റ്റ്യൂമിന് കറക്റ്റ് ആണ്. എന്ത് പറ്റി? ഞാൻ ചിന്തിച്ചെടുക്കാതെ എങ്ങനെയാ പാടേണ്ടത്. നമ്മളൊക്കെ ഇങ്ങനെയാ ചിന്തിക്കണേ. ഇവരൊക്കെ എനിക്ക് എന്നെ പിടിയിട്ടല്ല, ഇങ്ങനെ വെച്ചിട്ടാ ചിന്തിച്ചെടുക്കുന്നത്. ന്യൂജി. ഓക്കെ. നമ്മളൊക്കെ ജീൻസിന്റെ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഇങ്ങനെ എന്നാ അത് മതിയായിരുന്നു. ജീൻസ് ആക്കും. ഇപ്പൊ ഊരട്ടെ. ആ പഴയ ഗാനം നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. റെഡി? അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി, അപ്പാടെ അപ്പത്തോളൊന്നു തരം അരയിൽ ചുമന്നു വരുന്നമ്മായി, അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, വീട്ടിൽ വിളിച്ചമ്മായി, അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അരയിൽ ചുമന്നു വരുന്നമ്മായി. അന്ന കത്രീനൊക്കെ ഒരു ഗുണമുണ്ട്, കാരണം തമിഴിൽ പെട്ടെന്ന് ക്ലിക്കാവും. അണ്ണൈ വേളാങ്കണ്ണി എന്നൊക്കെ പറഞ്ഞില്ല, അണ്ണൈ കത്രീന അല്ലേ? തമിഴിൽ ഏതെങ്കിലും പാട്ട് പാടിയിട്ടുണ്ടോ? തമിഴില് ഗോപി സുന്ദർ സാറിന്റെ ഒരു ഡെബ്യൂ വെഞ്ചർ ഉണ്ടായിരുന്നു, യാരഡാ മഹേഷ് എന്ന് പറഞ്ഞ സിനിമയില്. ഞാൻ അതില് പാടിയിട്ടുണ്ട്. അപ്പൊ തമിഴ് സോങ്ങിന്റെ 2 ലൈൻ കൂടെ. തീർച്ചയായിട്ടും. ഓടു ഉനക്കിത് ரொம்ப ரொம்ப புதுசு, ஆடும் எனக்கு இது ரொம்ப பழசு, ஓடும் எனக்கு இது ரொம்ப ரொம்ப புதுசு, ஆடும் எனக்கு இது ரொம்ப பழசு, எங்கே எங்கே நீ பார்க்கலாம், பார்த்த பின்னும் மிச்சம் உண்டு நீ கேட்கலாம், நான் கோலாலம்பூர் சிங்கப்பூர் அது துபாய்க்கெல்லாம் போய் வந்தவ, என் பேரை சொன்னவாய் சொல்லு கொட்டு $10 கொட்டு நீ வாயாதோர, ஓடும் எனக்கு ரொம்ப ரொம்ப புதுசு, ஆடும் எனக்கு இது ரொம்ப பழசு, ஓடும் எனக்கு இது ரொம்ப ரொம்ப புதுசு, ஆடும் எனக்கு இது ரொம்ப பழசு. സൂപ്പർ. Thank you, sir. തമിഴില് കത്രീന ഈ പാട്ട് ഹിറ്റാണ്. ഞാൻ വാക്ക് കയറും. ആ പാട്ട് റിലീസായിട്ട് ഇപ്പം കുറച്ച് കാലമായി. അതാ പറഞ്ഞത് ഇത് ഹിറ്റാണെന്ന്. സുരാജേട്ടാ ഹിറ്റ് ആയി എന്നാണ് ഉദ്ദേശിച്ചത്. അത് ലോക്കലി ഹിറ്റാണ്, പക്ഷെ അത് എന്തോ ആ പടം ഡിസ്ട്രിബ്യൂഷൻ അത്ര ശരിയായില്ല. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് അത് ഒത്തിരി നോട്ടീസ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ലോക്കലി അതാണ്, ലോക്കലി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ലോക്കൽ ആയതുകൊണ്ട്. ഇനി ഏതാ പാട്ട്? മലയാളത്തിൽ തന്നെ പുതിയത് ലേലോ ലേലക്കകത്ത് ലൈല ഓ ലൈല എന്ന് പറഞ്ഞ പാട്ട് ഞാൻ പാടി. ലാലേട്ടൻ അമല പോൾ കോമ്പിനേഷനിൽ എത്തുന്ന ലൈല ഓ ലൈല എന്നുള്ള ചിത്രത്തിന് വേണ്ടി ഗോപി സുന്ദറിന്റെ സംഗീത സംവിധാനത്തിൽ അന്ന കത്രീന പാടിയ സോങ് ആണ് നമുക്ക് വേണ്ടിയിട്ട് ഇതാ ഇപ്പോ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. റെഡി? दीवाना आवारा हूँ या हसीना, दिल दीवाना आवारा हूँ या हसीना,
जाने दो सबकी बातें चुपके बोलो अरे लैला लैला ओ लैला लैला ओ लैला എന്തായാലും ഈ പാട്ട് സൂപ്പർ ഹിറ്റ് ആവും, അതിന് യാതൊരു സംശയവുമില്ല. കാരണം ലാലേട്ടൻ ചിത്രമാണ്, ജോഷി സാർ ലാലേട്ടൻ മാത്രമല്ല ലൈലയും കൂടി, അതായത് ആ ടൈറ്റിൽ തന്നെ പാടാൻ കിട്ടി എന്നുള്ള ഭാഗ്യം. അതെ ഭയങ്കര ഒരു നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് ഞാൻ ജോഷി സാറിനെ കണ്ടു, മോഹൻലാൽ സർ. അപ്പൊ എൻ്റെ മനസ്സിൽ ഞങ്ങളുടെ കോട്ടയംകാരിൽ ഒത്തിരി ടോണി കുരിശിങ്കൽ ഒത്തിരി പേരുണ്ട്. എൻ്റെ ഫാമിലി തന്നെ 2-3 അങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ട്. ടോണി കുരിശ് എല്ലാം 2 എണ്ണമൊക്കെ അടിച്ചിട്ട് പറയത്തില്ലേ ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി. അപ്പം when I met them I was like, oh my god, ആ പടത്തിലെ ഒത്തിരി കഥാപാത്രങ്ങൾ എൻ്റെ കുടുംബത്തിൽ തന്നെയുണ്ട് ആ ഒരു ട്രിപ്പിലിരിക്കുന്നത്. സോ അങ്ങനെ ഒരു അവരുടെ ആ കോമ്പിനേഷനിൽ ഞാൻ അവരുടെ ഒരു പടത്തിലൊരു പാട്ട് പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ചായമാർക്കൊക്കെ ഭയങ്കര ഒരു പവറാണ്, ബൂസ്റ്റാണ്. മലയാളം നന്നായിട്ടൊക്കെ സംസാരിക്കുമല്ലോ? അത്യാവശ്യം നന്നായി സംസാരിക്കും. കാര്യം വെച്ചാൽ ഒരുപാട് മലയാള ഗാനങ്ങൾ ഇനി ആലപിക്കാനുള്ളതാണ്. അപ്പോൾ എന്തായാലും അക്ഷരസ്ഫുടത ഇതായിരിക്കണം അല്ലേ? എന്നെ ആക്ച്വലി നല്ലോണം മലയാളം എഴുതാൻ എന്നെ പഠിപ്പിച്ചത് ഗോപി സുന്ദർ സാറാണ്. കാരണം അവിടെ ഞാൻ പാട്ട് പാടാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിൽ എന്നെ കൊണ്ട് മലയാളം എഴുതിപ്പിക്കത്തില്ല. സോ പുള്ളിക്കാരൻ നിർബന്ധമായി പറയും മലയാളം പാട്ട് പാടുമ്പോൾ മലയാളത്തിൽ തന്നെ എഴുതി പാടുക, എന്നാലേ അക്ഷരസ്ഫുടത ഉണ്ടാവൂ. യെസ്, അക്ഷരസ്ഫുടത ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ഇപ്പോൾ ഒരു ചെറിയ എക്സർസൈസ് ആണ്. നന്നായിട്ട് പെട്ടെന്ന് സ്പീഡിൽ പറയണം. ഞാൻ തെറ്റിക്കും, മനഃപൂർവ്വമായിരിക്കും, പക്ഷെ ആ തെറ്റെല്ലാം നിൽക്കരുത് കേട്ടോ. റെഡി? ഞാൻ എന്ത് ചോദിച്ചാലും അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയരുത്. കറക്റ്റ് ആൻസർ ആണെങ്കിൽ പുറത്തു പോകണം. പുറത്തു പോകണം എന്ന് വെച്ചാൽ ഈ ഗെയിമിൽ നിന്ന് ഔട്ടാവും. റെഡി? നല്ല ക്ലാപ്പ് കൊടുക്കണം. എന്താ പേര്? കൊച്ചു. കൊച്ചു എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 4. 4 കറക്റ്റ് ആണോ? അല്ല, ഓക്കെ, വെറുതെ പറയാ. എവിടെ വീട്? എറണാകുളം. പിന്നെ ഹസ്ബൻഡിന്റെ പേരെന്താ? അതെങ്ങനെ ഞാൻ മാറ്റി പറയാം? പറഞ്ഞേ പറ്റൂ. ജേക്കബ്. ജേക്കബ്. അങ്ങനെ ഒരാളുണ്ടോ? അദ്ദേഹത്തിന്റെ മിഡിൽ നെയിം അത്. ആരുടെ? അപ്പൊ കറക്റ്റ് ആയില്ലേ? അപ്പൊ കറക്റ്റ് ആയില്ലേ? അപ്പൊ മാറ്റിയത് ഞാൻ എങ്ങനെ പറയും? ഞാൻ മാറ്റി പറയത്തില്ല, എന്റെ വീട്ടുകാർ കാണുന്നതല്ലേ. കഷ്ടമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മാറ്റി പറയാന്ന് വെച്ചാൽ ഭർത്താവിന്റെ പേര് പറയുമ്പോൾ മാറ്റി പറയുമെന്ന് അറിയണമല്ലോ. മാറ്റില്ല. അപ്പൊ അതെന്തായാലും കുഴപ്പമില്ലാതെ നമ്മൾ ആ ഗെയിമിൽ ചോദിച്ചു. ഇനി അക്ഷരം നന്നായിട്ട് സ്ഫുടമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു എക്സർസൈസ് ആണ്. തെറ്റാതെ 5 തവണ സ്പീഡിൽ പറയണം. ചെറുവിരലൊരു ഇടറൽ ഇടറി. ചെറുവിരലൊരു ഇടറൽ ഇടറി. ചെറുവിരലൊരു ഇടറൽ ഇടറി. ചെറുവിരലൊരു ഇടറൽ ഇടറി. അവിടെ ബ്രേക്ക് ആവരുത്. ചെറുവിരലൊരു ഇടറൽ ഇടറി. ഇളറിയല്ല, ഇടറി. ഇടറി. ചെറുവിരലൊരു ഇടറൽ ഇടറി. നിർത്തരുത്, ബ്രേക്ക് ആവരുത്. അയ്യോ, നെടുപൊടി വേണി പറഞ്ഞിട്ടുണ്ട് നിർത്തി നിർത്തി പാടുക. ഇത് ശ്രുതിയല്ലല്ലോ, ഇത് അക്ഷരം സ്ഫുടമാകാൻ വേണ്ടിയിട്ടാണ്. ചെറു എന്തോ അയ്യോ, എനിക്ക് ഒന്ന് പറഞ്ഞ. അല്ല, നമ്മള് ഒരാൾ വരുമ്പോ റാഗ് ചെയ്യാൻ പാടില്ല. നേരെ നമുക്ക് അങ്ങോട്ട് പോയിരിക്കാം. ശരി, എന്നാ ഇതും കൂടെ പറഞ്ഞിട്ട് പോകും. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്, പഠിച്ചാലും പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പഠിക്കത്തില്ല. എന്നാ റെഡി? എന്നാ കുറച്ചു നേരം നമുക്ക് അവിടെ റെസ്റ്റ് എടുക്കാം. ഓക്കെ, താങ്ക് യു. അടിപൊളിയായിരുന്നു. സുരേട്ടാ, ഇനി നമുക്ക് ഒരു ഗസ്റ്റ് കൂടി ഉണ്ട്. ഇനിയും ഗസ്റ്റോ? ഇനി ഒരു ഗസ്റ്റ് കൂടി ഉണ്ട്. ഇനി ഏതാ ഗസ്റ്റ്? അദ്ദേഹം കർണാടിക് സംഗീത ലോകത്തെ ഒരു അതിഗായകനാണ്. അതിഗായകനല്ല, അതികായകൻ. അദ്ദേഹത്തിന്റെ പേരാണ് സംഗീത ചക്രവർത്തി സൂര്യമൗലി ചന്ദ്രമൗലി. സൂര്യമൗലി ചന്ദ്രമൗലി, ഇത് രണ്ടും ഒരാളാണോ? ഒരാളാ. അതെന്താ ഈ സൂര്യമൗലി 2 പേര്? എന്താ വെച്ചാൽ പുള്ളിക്ക് രാത്രിയും പകലൊക്കെ ഒരുപോലെ തോന്നുന്നു. അശ്വതിയുടെ കൂട്ടുകാരല്ലേ, അപ്പൊ അതുപോലെ ആയിരിക്കും. എന്നാലും നമുക്ക് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. ഒരു നിമിഷം, ഇതാരാന്ന് പറഞ്ഞു? ഇതാണ് ഞാൻ പറഞ്ഞ കർണാടക സംഗീതജ്ഞൻ സൂര്യമൗലി ചന്ദ്രമൗലി. സൂര്യമൗലി ചന്ദ്രമൗലി.
ഞാൻ കണ്ട അങ്ങനെ തോന്നില്ല. ഇതിലെ വവ്വാലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മാതിരി മുടിയൊക്കെ ഇത് ചേട്ടാ. എന്ത് പോലെ ഇത് ചേട്ടാ ഇങ്ങനെ ഒന്നും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, വലിയ സംഗീതജ്ഞനാണ്. വലിയ സംഗീതജ്ഞനോ? ഇപ്പൊ വേറൊന്നുമല്ല, അശ്വതി കൊണ്ടുവന്നുകൊണ്ട് എനിക്കൊരു ഡൗട്ടുണ്ട്. അത് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട്, കാരണം ഇത് ഒരു ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കാണുന്നതാണ്. ഇത് ഒറിജിനൽ ആളാണോ എന്ന് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. പക്ഷെ അവമാനിക്കരുത്. ഇല്ല 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 ഇല്ല. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? സൂര്യമാനചന്ദ്രൻ. ആരെ? എന്താണോ പേര്? എന്താ താങ്കളുടെ പേര്? പറയാം. ആ. സൂര്യമാന സൂര്യമാര്യ മാര്യമൊത്തുവാ. ഇങ്ങനെ 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 അടുത്ത് നിന്ന് ചോദിക്കാൻ ഇങ്ങനെ സമാധാനം ചോദിക്കും. എന്താ പേര്? സൂര്യ മൗലവി. മൗലവിയോ? ഇത് മൗലവി അതല്ല എന്നല്ലല്ലോ. ചേട്ടൻ ഒന്ന് സമാധാനമായിട്ട് ചോദിക്കാൾ പറയാം. ഞാൻ ആദ്യം മുതൽ പറയാം, ആദ്യം മുതൽ ചോദിക്കാം, അതിനെ പറയാൻ പറ്റൂ. ആ, എന്താ പേര്? സൂര്യ മൗലവി ചന്ദ്രൻ മൗലവി. മൗലവിയോ? സൂര്യ മൗലി എന്നല്ല. അതെ അതെ അതെ. ആ. സൂര്യ മൗലി ചന്ദ്രൻ മൗലി. ആണോ? ഓക്കെ. എത്ര വർഷമായി ഈ സംഗീതത്തിൽ? ഞാൻ കുറെ മുന്നോട്ടുണ്ട്. അത് ഈ മുൻപത്തെ ഒന്ന് കുറെ തിരിയില്ല. വർഷങ്ങൾ കൊണ്ടുണ്ട്. ആ, അത് വേറൊന്നുമല്ല, നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, യഥാർത്ഥ സംഗീതജ്ഞനാണോ എന്ന് ഉള്ളത് ഒന്ന് നമുക്ക് അറിയണം. ഓ ശരി. വേറൊന്നുമല്ല, ഈ കുട്ടി അറിയാലോ, അശ്വതി എന്റെ കൂടെ അറിയാം. ആങ്കർ ചെയ്യുന്നതാണ്. മാത്രമല്ല നമ്മുടെ എല്ലാം വേണ്ടത്തക്ക ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ തീരെ വിശ്വാസമില്ല. എന്തെങ്കിലും ഒരു ചെറിയ നമ്പർ ഒന്ന് ചെയ്യാവോ? ഞാൻ കീർത്തനം പാടാം. ആ, ഒരു കീർത്തനം പാടാം. പാടാം. ശരിയാണോ നോക്കട്ടെ. ഹലോ ഹലോ, പാടി തുടങ്ങ. മാറു കേളര ഓ രാഘവ, മറു കേളര ഓ രാഘവ, മറു കേളര ഓ രാഘവ, മറു കേളര ഓ രാഘവ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. സബാഷ്, സബാഷ്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടായില്ലേ? മാറുകേള ചര ചരൂപ, മതി. മാറുകേള ചര ചര സൂര്യസൂത സുരലോചന, മറുകേളര ഓക്കെ. മറുകേള ചര ഇത് എവിടുന്നാ പിടിച്ചോണ്ട് വന്നത്? മറുകേള ചര ഇത് correct ഒന്നുമല്ല. രൂപ. അതെ, മെഹബൂബ ഒന്ന് നിർത്ത്. എന്തായാലും എനിക്കറിയില്ല. എനിക്ക് ഈ സംഗീതം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റും. ആ, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പരിസരം പറഞ്ഞ് ഞാൻ തല്ലും. അതുകൊണ്ടാ പറഞ്ഞത് ഇനി 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 പാട്ട് പാടരുത്. ഇനി ഞാൻ പാടുന്നില്ല. എന്തോടെ ഇതാണോ ഗായകൻ എന്ന് പറയുന്നത്? ചേട്ടൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. എവിടെ പാടുന്നുണ്ടായിട്ട് കാര്യം തന്നെ. നമ്മൾ ഈ ഫ്ലോറിൽ നിൽക്കുമ്പോ അതിനൊരു അടിച്ചളയും. ഇനി മിണ്ടരുത് താൻ. ശിവരാജേട്ടൻ വന്നേ. ഇത് എന്ത് രൂപയുടെ അത്? തൊണ്ട് തല്ലിയൊക്കെ തലയിൽ വയ്ക്കുന്ന മാതിരി വൃത്തികെട്ട ബുക്കും. അതുപോലെ എല്ലാം പോട്ടെ, ഇമാതിരി മുണ്ടാണ് എടുത്തോണ്ട് ഈ ഫ്ലോറിൽ നിൽക്കുന്നത്. ഈ ഫ്ലോറിന് ഒരു അന്തസ്സില്ലേ? അവിടെ പുള്ളി കുറച്ച് പൗരാണികമായ സംസ്കാരത്തിന്റെ. ഇതൊക്കെ പൗരാണി, ഇതൊക്കെ എവിടെ വെക്കേണ്ടതെന്ന് അറിയാം. കാഴ്ച ബംഗ്ലാവിൽ വെക്കേണ്ട അവസ്ഥയാണ് ഇത്. ഇവിടെ കയറി അതെ, ഒരു മാനേഴ്സ് വേണം. ഈ ഫ്ലോറിൽ മുണ്ടെടുക്കാൻ പാടില്ല. ഒന്നപ്പം അടിച്ചു മാറ്റിയ അയ്യോ, അതങ്ങനല്ലേ ഉദ്ദേശിച്ചത്. മുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ആ സ്റ്റാൻഡേർഡിന് ചേർന്നതല്ല. ഇത്രയും ഫ്ലോർ, ഇത്രയും ആൾക്കാർ, ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ജുബയ്ക്ക് പറ്റിയ ഡ്രസ് അല്ല ഈ മുണ്ട്. അതെ, മുണ്ട് മാറ്റുക. എന്തിനാ ഇമാതിരി മുണ്ട് നിങ്ങൾ കൊടുക്കുന്നത്? ഈ മുണ്ട് ഈ ഫ്ലോറിന് പറ്റിയല്ല. മുണ്ട് മാറ്റൂ. ഈ മുണ്ടിന്റെ മഹത്വം അറിയാത്തതുകൊണ്ടാണ് സുരാജ് ഇങ്ങനെ സംസാരിക്കുന്നത്. മുണ്ടിന് എന്തോ മഹത്വം? മുണ്ടിന് മഹത്വം ഉണ്ട്. എന്താ എനിക്ക് അതിന്റെ മനസ്സിലായി. പാൻറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഈ മുണ്ടിന് മുണ്ടിന്റെ ഒരു മഹത്വം ഉണ്ടെന്ന്. അതെന്താ? ജീവനുള്ളതാണ് ഈ മുണ്ട്, ജീവനുള്ളത്. മുണ്ടിന് ജീവനുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. നമ്മുടെ മനസ്സിലുള്ള സംസാരിക്കുന്ന സാധനമാണ് ഈ മുണ്ട്. മനസ്സിലുള്ള സാധനം സംസാരിക്കും. ഈ മുണ്ടോ? അതെ. എനിക്ക് മനസ്സിലായി. പ്രാധാന്യം മനസ്സിലായിട്ടില്ല. ഇല്ല. എങ്ങനെയാണെന്ന് അറിയില്ല. ഇല്ല. അതുകൊണ്ടാണ് ഇത്ര സംസാരിച്ചത്. എന്നാ ഒന്ന് കാണിച്ചേ. ഞാൻ കാണിച്ചു തരാം. സഹകരിക്കുമോ? സഹകരിക്കാം. അപ്പം സുരാജ് ഒരു കാര്യം ചെയ്യണം. എന്റെ ഏറ്റവും അടുത്ത ശത്രു, എന്നെ കണ്ടാൽ കൊല്ലുന്ന ശത്രുവാണ് സുരാജ്. അതുപോലെ തിരിച്ചു. അപ്പൊ അതുപോലെ അത്ര ഞാൻ ശത്രുവായിട്ട് നടന്നു വരണം. അതെ, ഇങ്ങോട്ട് നടന്നു. മുണ്ടിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കി തരും. അത്രേ. പോടാ. അടുത്തത് ഇതാ, പിടിച്ചോ. അല്ല ഞാൻ പറയട്ടെ.
സുരാജിന്റെ ഈ പാന്റ് കൊണ്ട് മടക്ക കുത്തി ദേഷ്യം കാണിക്കാൻ പറ്റുമോ? അല്ല അത് പറ്റില്ല, ഇങ്ങനെ പറ്റത്തില്ല. വലിച്ച് കയറ്റാൻ അപ്പൊ ഇതാണ് ഉത്തമം, അതാണ് ഉത്തമം. അല്ല ഇതാണ് ആ, മുണ്ട. അപ്പൊ ഇനിയുണ്ട്, കണ്ടോ, ഇനി എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനായിട്ട് നടന്നു വരണം. ഓക്കെ, സ്നേഹത്തോട് പറഞ്ഞേ. ഇത് ഞാൻ മറ്റേ- മറ്റേ ദേഷ്യത്തിൽ വരികയാണ്. ശരി. ആ മറ്റേ ശത്രുവിനുള്ള ദേഷ്യം. ഓക്കെ. എവിടെയായിരുന്നു? അമ്പലത്തിൽ ആ ശരി. സുരാജ് കണ്ട കണ്ടു. സുരാജിന്റെ പാന്റ് ഊരി അധ്യാപകം വരും ബഹുമാനിക്കാൻ പറ്റുമോ? അല്ല അത് അല്ല പറ്റില്ല. താഴെ ഊരിട്ട് ഇങ്ങനെ താഴെ നിന്നിട്ട് സാറേ, ഇല്ല, അത് പറ്റത്തില്ല. പറ്റില്ല. അതാണ് മുണ്ടിന്റെ ഒന്ന്. ഇനിയുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഷാപ്പിൽ ചെന്ന് വെള്ളം അടിക്കുന്നു. വെള്ളം അടിച്ചു കഴിയുമ്പോൾ നമ്മൾ സെറ്റ് ആവുള്ളൂ. സെറ്റായി വരുമ്പോൾ നമ്മൾ അച്ഛനെ കാണുന്നു. അപ്പൊ അച്ഛനെ അപ്പൊ കാണുമ്പോൾ ഷാപ്പിന്റെ അടുത്ത് അച്ഛനും ഉണ്ട്. അച്ഛനും മോനുമായിട്ടാണ് വെള്ളം അല്ലല്ല, അച്ഛൻ കാണാൻ നമ്മൾ വരും. അച്ഛൻ പിന്നീട് വരും. അപ്പൊ അച്ഛനെ കണ്ടു. അപ്പൊ എങ്ങനെയാണ് അച്ഛനിൽ നിന്ന് രക്ഷപ്പെടുന്നത്? രക്ഷപ്പെടാൻ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാവും? ഓക്കെ ഓക്കെ, റെഡി. ഓക്കെ. സുരാജ്, സുരാജിന്റെ പാന്റ് ഊരി ഇങ്ങനെ പൊറ്റോട്ട് പോകാൻ നോക്കുവോ? പറ്റില്ല പറ്റില്ല പറ്റില്ല. പറ്റില്ല. അതാണ്. മുണ്ടിനാണ് പ്രാധാന്യം. ഇപ്പൊ മനസ്സിലായല്ലോ. മനസ്സിലായി. ആ, നമുക്ക് ഈ മുണ്ടിന് ഏറ്റവും പ്രയോജനം രാഷ്ട്രീയക്കാർക്കാണ്. രാഷ്ട്രീയക്കാർക്ക് അതെ. അതെങ്ങനെ? നമ്മളൊരു പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഏത് പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതായത് നിയമസഭയില്. അതെ, നമുക്ക് പെട്ടെന്ന് പ്രതികരിക്കാം. ഓക്കെ. എങ്ങനെയുണ്ട്? അപ്പൊ മുണ്ടിനല്ലേ പ്രാധാന്യം? മുണ്ടുകൊണ്ട് നല്ല ഗുണങ്ങളും ഉണ്ട്, ചീത്ത ഗുണങ്ങളും ഉണ്ട്. ഉണ്ട്. ഇനി അടുത്തത്, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ചെല്ലുന്നു. ചെല്ലുമ്പോൾ നമ്മുടെ വണ്ടി 5:30 ഉള്ളൂ. നമ്മൾ 8 മണിക്ക് എത്തി. വെളുപ്പിന് രാവിലെ 5:30 ഉള്ളൂ നമുക്ക്. അപ്പൊ നമുക്ക് ഉറക്കം വരുന്നു. നമുക്കൊന്ന് ഉറങ്ങണം. വേറെ സ്ഥലമൊന്നുമില്ല. അപ്പടി പൊടിയും മണ്ണുമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എന്ത് ചെയ്യാൻ പറ്റും? ഈ മുണ്ടം കഴിക്കുക. അയ്യോ. അഴിച്ചിട്ട് ദാ ഇങ്ങനെ നിവർത്തിയിടുക. എന്നിട്ട് ഈ ഒരു സൈഡിലൂടെ കിടക്കുക. ഇതെടുത്ത് ചൂടുക. ഹലോ, ഇത് കറക്റ്റ് ആണിത്. അങ്ങനാണ് മുണ്ടിന്റെ പ്രയോജനങ്ങൾ. മനസ്സിലായില്ലേ? മനസ്സിലായി. ഏ? അല്ല ഇനി അപ്പൊ ഇനി പുച്ഛിക്കരുത് മുണ്ടിനെ. ഇല്ല, മുണ്ടിനെ പുച്ഛിക്കില്ല. ഇപ്പോ ഈ മുണ്ടിന്റെ ഗുണം പറഞ്ഞല്ലോ. ഇത് നമുക്ക് എങ്ങനെയാണ്? ഇപ്പൊ താങ്കൾ ഗായകനാണ്, ഗായികമാർക്കും എങ്ങനെയാണ്? ആ, പിന്നെ ഒരു കാര്യമുണ്ട്. ഗായികമാർ ഒരിക്കലും ഇത് പരിശീലിക്കാൻ പോകരുത് മുണ്ടുടുത്ത്. കാരണം വിരോധോ പിന്നെ ഓപ്പോസിറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കാണെങ്കിൽ എങ്ങനെയാ നമ്മൾ പ്രതികരിക്കുക? അതൊന്നും വേണ്ട, മുണ്ടുടുക്കരുത്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടാൽ മതി കേട്ടാ. പിന്നെ ഞാൻ മുണ്ടിനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞുവെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുണ്ട് തന്നെയാണ്. കാരണം മലയാള തനിമ വിട്ടുമാറാത്ത ആ മുണ്ടുടുക്കാൻ എല്ലാവർക്കും കൊതിയാണ്. എനിക്കേറെ ഇഷ്ടമാണ് മുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ആ ഇരിക്കുന്ന പ്രതിഭയെ അറിയോ? പിന്നെ അന്ന കത്രീന. ആ, അണ്ണന്റെ കത്രിക ആയാലും ചേച്ചിയുടെ കത്രിക ആയാലും അതല്ല ഞാൻ പറഞ്ഞത്. അന്ന കത്രീന പ്രശസ്ത സിംഗറാണ്. ആ, അറിയാം. മറ്റേ പാട്ട് പാടി, അമ്മായിയുടെ പാട്ട് പാടി. അമ്മായിയുടെ പാട്ട്. അമ്മായി ചുട്ടത് കാര്യം പറഞ്ഞു. ഹലോ കത്രീന, ഹലോ ചേട്ടാ. മോള് പാടിയ പാട്ടിന് ഒരു അർത്ഥമില്ലാത്ത പാട്ടാണ് പാടിയത്. അർത്ഥമില്ലാത്ത പാട്ടാണ്. ഒരു ഗുണമില്ലാത്തൊരു പാട്ടാണ് പാടിയത്. അതെന്താ? ഉഗ്രം മ്യൂസിക് ആണ്, നല്ല ലിറിക്സ് ആണ്. ഇതെന്താ അർത്ഥമില്ല? ലിറിക്സോ? അതിന്റെ കാര്യം മിണ്ടിയേ ചെയ്യരുത്. എന്ത്? ഞങ്ങൾ പിള്ളേരൊക്കെ ആ പാട്ട് എന്ത് എളുപ്പത്തിലാ പാടുന്നത്? എന്താ? ആരാണ്? കുഞ്ഞു പിള്ളേരൊക്കെ. ആ, കുഞ്ഞു പിള്ളേർക്കുള്ള ഞങ്ങളെപ്പോലുള്ളവർക്കും ദഹിക്കത്തില്ല ആ പാട്ട്. മോളൊന്ന് പാടി അതിന്റെ തെറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ആ പാട്ട്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമ്മായി. കേട്ടാ? അപ്പങ്ങൾ എമ്പാടും ഒറ്റയ്ക്ക് ചുട്ട അമ്മായി, അത് വട്ടത്തില്. ഒരു നാട് മൊത്തം ഒറ്റയ്ക്ക് ഒരു അമ്മായി ചുട്ട് നടക്കുക വട്ടത്തില്. ഓക്കെ. ആ, ബാക്കി പാടിയേ. അമ്മായി ചുട്ടത് മരുമോനക്കായി. ഈ നാട്ടിൽ ഈ ചുട്ട അപ്പം മൊത്തം മരുമോനാണ്. ഓക്കെ. എല്ലാം മരുമോന് കൊടുത്തു. ആ, ബാക്കി പാടിയേ. അമ്മായി കൊച്ചമ്മായി മരുമോനെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി. എങ്ങനെ വട്ടാകാതിരിക്കും? എന്ത്? ഈ അമ്മായി ചുട്ട അപ്പം മൊത്തം ആ മരുമോന് കൊണ്ട് കൊടുക്കുമല്ലേ? എവിടെ സാമ്പത്തികം കിട്ടുമോ? ഇല്ല, അപ്പൊ കച്ചവടം പൊട്ടത്തില്ലേ? അത് ശരിയാണ്. അപ്പൊ പിന്നെ വട്ടാവില്ലേ? വട്ടാവും. ഇതിനെല്ലാം കാരണം ആരാന്നറിയോ? ഈ അമ്മായിയുടെ മോള്, ഈ മരുമോന്റെ ഭാര്യ. അതെന്തേ? വല്ലപ്പോഴും ഒരു 3 അപ്പമെങ്കിലും ചുട്ടു കൊടുത്തിരുന്നെങ്കിൽ ഈ അമ്മായിക്ക് അപ്പം ഇല്ല, അവന് ഒട്ടൊക്കെ കൊടുക്കേണ്ട കാര്യം വരുമായിരുന്നു. അതെ, വട്ടാവില്ലായിരുന്നു. എന്തൊരു കഷ്ടം. ഇങ്ങനെയുള്ള പാട്ടുകളൊന്നും പാടുന്നത് നമുക്കൊന്നും തയ്ക്കില്ല. ഞങ്ങൾക്ക് ക്ലാസിക് അതാണ് ഞങ്ങള്. അതെ, ഈ സാപ്പാസ സോപ്പാസയൊക്കെ അകത്ത് പോയിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്തു വരും. പിന്നെ പറ്റുമെങ്കിൽ ഈ വേഷവും കൂടെ മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അപ്പൊ ഒന്ന് മാറ്റിയിട്ട് മോള് പറഞ്ഞത് കേൾക്കാം. ശരി ചേട്ടാ. പോട്ടെ. സുരാജ്,
മതിയല്ലോ. അല്ല, മുണ്ടും കൊള്ളാം, ഇത് ഉഗ്രനായിട്ടുണ്ട്. ആ, അത്രയും കേട്ടാ മതി. കൃഷ്ണ നീ വേഗനേ വരൂ, കൃഷ്ണ നീ വേഗനേ വരൂ, 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 വരൂ. അല്ല ഞാൻ വന്നു. എടാ, ഞാൻ ഭഗവാൻ കൃഷ്ണനെയാടാ വിളിച്ചത്. നിന്നെ വിളിക്കുവോ ഞാൻ അങ്ങനെ? എന്നെയല്ലേ നിന്നെ നിന്നെ കംസന്റെ കുഞ്ഞെ വാന്നല്ല വിളിക്കൂ. ശരി. പിന്നെ ആ? കുറെ കാലമായിട്ട് നിങ്ങളുടെ പുറകെ നടക്കുക സംഗീതം പഠിക്കാനായിട്ട്. ആ, ഇവിടെ ഞങ്ങൾ സംഗീതം ഒന്ന് പഠിപ്പിച്ച് ഈ ഇവിടെ ഒരു ജോലി മേടിച്ചു തരുമോ? സംഗീതം പഠിച്ചാൽ നിനക്ക് ഇവിടെ ജോലി കിട്ടുമോ? ആ, കീർത്തനൊക്കെ ഞാൻ പഠിച്ചു. പഠിച്ചാ നീ? പഠിച്ചു. കറക്റ്റായിട്ട് പഠിച്ചാ? ആ, കറക്റ്റായിട്ട് പഠിച്ചു. ഒന്ന് പാടിയേ. അത് ഒന്ന് ഇട്ട് തരാമെങ്കിൽ എനിക്ക് പാടാൻ പറ്റും. ഞാൻ ഇട്ട് തരണം. ഇട്ട് തരണം. ആ. മറ്റേ മെയിൻ കീർത്തനമില്ലേ? ആ. അത് മറു കേളര മധു കേറി വാ. മധു അല്ലടാ, നസീർ. നീ വാടാ. പിന്നെ ഇവിടെ മാന്യമായിട്ട് കോട്ടയത്ത് ഓട്ടോ ഓടിച്ചാണെന്ന് പറഞ്ഞാൽ അറിയോ? ബാക്കി സംഗീതം പഠിക്കണ്ടേ പഠിപ്പിക്കാന്ന് നിനക്ക്? ബാക്കി പഠിക്കണ്ടേ? ഏ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കടാ. ആ, പറയുന്ന ഓ രാഘവ, ഓ രാഘവ, ഓ രാഘവ, ഓ രാഘവ. ആ, എടാ, ഓ. ഇതാ പറഞ്ഞത്. നിനക്കൊരു പുല്ലും അറിയില്ലെന്ന്. എനിക്ക് ഓട്ടം പഠിക്കാൻ മതിയായിരുന്നു, പറ്റുന്നത്, അറിയാമോ? സംഗീതം പഠിക്കാൻ പറ്റുന്നത്. ഓട്ടോ ഡ്രൈവറാണോ? അതെ. ഞാനാ വിളിച്ചൊരു സംഗീതം പഠിപ്പിക്കാൻ കൊണ്ടുവന്നത്. ഇവന് സംഭവം അറിയാമോ? ഇയാള് ലോൺ എടുത്തൊരു ഓട്ടോ മേടിച്ചു. ഓട്ടോ വാങ്ങിയതിന് ശേഷം ഇയാൾ അന്ന് മോഹൻലാലിന്റെ ഭയങ്കര ആരാധന. അതെ, മോഹൻലാലിന്റെ ഫിഗർ കാണിച്ചേ. മോഹൻലാലിന്റെ കണ്ട, മോഹൻലാലാന്ന് പറഞ്ഞാ ജീവിക്കുന്നത്. ഇവൻ പുതിയ ആട്ടോ മേടിച്ചിട്ട് എന്താടാ എന്റെ എടുത്ത് കളഞ്ഞത്? എന്താ എടുത്ത് കളഞ്ഞത്? സൈഡിലെ ഷോക്ക് ഓഫ്സർ എടുത്ത് കളഞ്ഞതിന് ആട്ടോ ഇങ്ങനെ ചരിഞ്ഞിരിക്കാൻ, മോഹൻലാലായിട്ട് ഇങ്ങനെ ഓടിക്കാനേ. അത്രയ്ക്ക് ഭ്രാന്താ. എന്നിട്ട് ഇയാള് ആ ഓട്ടോയുടെ പേരെന്താ എഴുതിയ? പുതിയ ആട്ടോയ്ക്ക് 6-ാം തമ്പുരാൻ ഫ്രണ്ട്, 6-ാം നമ്പറാണ് എഴുതി വെച്ചു. പുറകിൽ നരസിംഹം. കുറേ നരസിംഹം. 3-ന്റെ 3 ഇടി ഇടിച്ച് തകർന്നു പോയി വണ്ടി. അപ്പൊ ഞാൻ നോക്കിയപ്പോ പിന്നെ പേര് ഓട്ടോയുടെ ചക്കുളത്തുകാവിൽ അമ്മ, ഈ വണ്ടിയുടെ ഐശ്വര്യം പേര് മാറ്റിയപ്പോഴേ. അപ്പുറത്ത് അമ്മേ മഹാദേവി, പിന്നെ താഴെ ഈ പാവം പോയിക്കോട്ടെ. ഒരുപാട് കളിയാക്കൊന്നും വേണ്ട. എന്ത്? പിന്നെ കുറച്ച് കാലമായിട്ട് ചോദിക്കണം ഓർത്തോണ്ടിരിക്കുകയാണ്. എന്താ പറ? ആശാന് ഒരു ഗുരു ഇല്ലായിരുന്നു? എനിക്ക് ഒരു ഗുരു ഇല്ലായിരുന്നു. എനിക്ക് ഒരു ഗുരു. ആ, എനിക്ക് ഇവിടെ 2 ഗുരു, ഇവിടെ 2 ഗുരു. അല്ല, ദേഹമാസകലം ഗുരുവല്ലോ. ആശാൻ ഇതുപോലെ സാധനം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ ഞാൻ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇതുപോലും സാധനം ചെയ്യേണ്ട കാര്യമില്ലടാ. പിന്നെ ഞാൻ സാധകം ചെയ്യുന്നത് രാവിലെ 4:30 വെളുപ്പിന് എഴുന്നേക്കണം. ചേഞ്ച് ആണല്ലേ? ചേഞ്ച് ആണ്. 4 വെളുപ്പിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ കുളത്തിലേക്ക് പോകില്ല. ഒരു ചരിവം വെള്ളം എടുക്കും, ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വീടിന് മുന്നിലേക്ക് വരും, മുറ്റത്ത് വെക്കും. എന്നിട്ട് വെള്ളം കോരി മേലോട്ട് ഒഴിക്കും. എന്നിട്ട് ഈ സംഗീതം കറന്ന് 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 കറന്നെടുക്കും വെളുപ്പിന്. എന്നിട്ട് ഈ കറന്നെടുത്ത ഈ സംഗീതം ഞാൻ സൊസൈറ്റി കൊണ്ടുപോകും. എന്തൊക്കെ ഈ പറയുന്നത്? ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും. അത് പഠിപ്പിക്കാം. ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും. അത് പഠിപ്പിക്കാം. അത് പഠിപ്പിക്കാം. ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും. ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും. വിശക്കുന്ന നേരം, വിശക്കുന്ന നേരം പശുവിനെ കിട്ടിയില്ലേ, പശുവിന്റെ ഡിക്കിയിലേ. പശുവിന്റെ ഡിക്കി അല്ലടാ, ബോണറ്റ്. പശുവിന്റെ ഡിക്കിന്ന് വരുന്നിടത്ത് എന്റെ മുഖത്ത് തേച്ച് തരുന്നുണ്ട്. പൊയ്ക്കണം. ചൂടാകുന്നില്ല. എന്ത് ചൂടായാല്? പുറത്തേക്ക് ഇറങ്ങി വാ കേട്ടോ. വെളിക്കിറങ്ങി വാ, കാണിച്ചു തരാം. കാണിക്കുന്നേ? ഞാൻ കാണിച്ചു തരാം. കാണിക്കുന്നേ? കാണിക്കടാ നീ. അവന് ഷേപ്പ് കണ്ടില്ലേ? തുമ്പിയുടെ ഷേപ്പില്ല, നോക്കി. ചിങ്ങമാസത്തിൽ വന്നാ, ചിങ്ങമാസത്തില്. ഇതോ വിശക്കുന്ന നേരം പശുവിന് ഡിക്കിയില്. അങ്ങനെ പാടുവാണ്. ഹലോ. ഹലോ, നമ്മളാണോ സൂര്യമൗലി ചന്ദ്രമൗലി? നമ്മളല്ല, ഞാൻ. ഐ എം ജോസഫ്. ഓക്കെ. ഒരു കുട്ടിയുണ്ട്. കുട്ടി ഉണ്ടെങ്കിൽ വളർത്തു. അല്ല, സംഗീതം പഠിക്കാൻ ഒരു കുട്ടിയുണ്ട്. സംഗീതം പഠിക്കാനോ? അങ്ങനെ. എന്നിട്ട് കുട്ടി എവിടെ? കുട്ടിയും കുലം കളിക്കുന്നു. കുട്ടിയും കുലും കളിക്കുന്ന വെളിയില വന്നപ്പോഴേ കളി തുടങ്ങിയല്ലേ? ആ കുട്ടിയെ വിളിക്കും. കേറി വാ. കുട്ടി എവിടെ? ഇതാണ് കുട്ടി. ഇതേത് കുട്ടി? എന്റെ അച്ഛൻ ജോർജ് കുട്ടി. ഓ, ജോർജ് കുട്ടി. എത്ര വയസ്സുണ്ട്? 99. അപ്പൊ അരങ്ങേറ്റം നടത്തേണ്ടി വരത്തില്ല. അതെ, എനിക്ക് ഭയങ്കര ഭ്രമമാ. അതിന് 1000 വയസ്സായാലും അപ്പുറത്താണ്. ഇവിടെ ഓറാണിത്. അയ്യോ, അതല്ല, സംഗീതത്തിനോട് നല്ല ഭ്രമമാണ്. അങ്ങനെ.
അങ്ങനെ അതിന് ആ, മാറ്റാം. ആ, പറഞ്ഞത്. എന്റെ അച്ഛന് എത്ര വർഷം ഇവിടെ നിർത്തി സംഗീതം പഠിക്കണം അതാണ് എന്റെ ആഹാ അപ്പൊ നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. വൃദ്ധസദനത്തിൽ വിടുന്നതിന് പകരം എന്നെ ഏൽപ്പിക്കുക എന്നുള്ള കാര്യം അല്ലേ? അല്ലല്ല പൈസ പ്രശ്നമല്ല പൈസ അവന്. പൈസ ഓർത്തിട്ടൊന്നും പൈസ അതിനകത്തൊന്നും യാതൊരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങ് ഏറ്റെടുത്തേക്കാം. അതിനെപ്പറ്റി ആലോചിക്കാൻ പാടില്ല. ഇത് പഠിക്കണം ഈ പൈസയുടെ വലിയ ആർത്തി ഉണ്ടായിട്ടൊന്നും അല്ല. പിന്നെ ഞാൻ ശരി പഠിപ്പിക്കാം. ഞാൻ പോവാണ്. അതെ ഓക്കെ. ഞാൻ അങ്ങോട്ട് ഓ, ഓ, ആയിക്കോട്ടെ മോനെ, ആയിക്കോട്ടെ. എനിക്ക് ഭയങ്കര ടേസ്റ്റാ. ടേസ്റ്റാണ്. ആ സംഗീതത്തിൽ ടേസ്റ്റ് ഉണ്ടോ? നക്കി നോക്കിക്കോ. ഈ സൈനൈഡി നക്കിട്ട് ഞാൻ അപ്പൊ തന്നെ ചത്തി വീഴാനും. അതല്ല പിന്നെ? എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് പാട്ടിനോട് ഭയങ്കര ഭ്രമമായിരുന്നു. ഓ. അപ്പൊ എനിക്ക് അതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടെന്ന് പറഞ്ഞാ അന്നത്തെ പാട്ട്. ആ. ആ പാട്ട് കേൾക്കുമ്പോ ആ. എനിക്ക് ഭയങ്കര കിതപ്പും പരവേശവും ഒക്കെ ഉണ്ടാവും. അത് ഏത് പാട്ടൊന്ന് പാടിയേ? വള്ളിയൂർ കാവില കന്നിക്ക് വയനാടമ്പുഴയിൽ നാറാട്ട് കൂടെ കുളിക്കാതിളങ്കാറ്റ് വിളിക്കാൻ മുളങ്കാട് നിരാട് പെണ്ണേ നീരാട്. മനസ്സിലായി മനസ്സിലായി. മനസ്സിലായോ? പുന്നാപുരം കോട്ട. പിന്നെ ആ പാട്ട് കേൾക്കുമ്പോഴല്ല കിതപ്പ് വരുന്നത്, ആ പാട്ട് കാണുമ്പോഴാണ് കിതപ്പ് വരുന്നത്. മനസ്സിലായോ? പാക്കും വെറ്റയും കൊണ്ടുവന്നിട്ടുണ്ടോ? അയ്യോ ചാക്കും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് ദക്ഷിണ വെക്കണ്ടേ? ആ അത് വേണം, അത് വേണം. ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യേണ്ടത്. അയ്യോ അപ്പൊ അതിനുള്ള കോട്ടെ പാട്ടിലേക്ക് കടക്കാം. ടേസ്റ്റ് ഉള്ളത് ഞാൻ പരിശോധിക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. സുമുഹൂർത്തമാ സുമുഹൂർത്തമാ കൊള്ളാലോ. ആ സ്വസ്തി ഗോസ്തി സ്വസ്തി. അസ്തി. മിക്കവാറും ഞാൻ ചവിട്ടി ഓടിച്ച് കുസ്തിയും പിടിച്ച് എല്ലാം ചവിട്ടി ഓടിക്കേണ്ട ഗതിയായിട്ട് വരുമെന്നാ തോന്നുന്നത്. ശരിയായില്ലേ? ശരിയായില്ല. ഇവിടെ ആ. ഫ്ലോറിന് വന്ന വഴിയില്ലേ, വന്ന വഴി. അവിടെ ആ കുട്ടിയും കുഞ്ഞും കളിച്ച വഴിയില്ലേ, ആ. അവിടെ കുറച്ച് മണ്ണ് കിടപ്പുണ്ട്. മണ്ണ് കിടപ്പുണ്ട്. അപ്പൊ ആ പിന്നെ മണ്ണ് ചെന്ന് ചെയ്യേണ്ട കാര്യം ആ, ആ. നീളത്തില് ഇങ്ങനെ മാന്തണം. മാന്തണം ഇത്ര നീളത്തിൽ മതി. അതിൽ സാ പാ സാ എഴുതണം. എഴുതണം. വീണ്ടും മാറ്റി കളയണം. അത് മാന്തണം. ആ ആ. പിന്നെ സാ പാ സാ അങ്ങനെ എഴുതണം. എഴുതണം. ഒരാഴ്ച കഴിയുമ്പോഴേ ആ. അങ്ങോട്ട് തന്നെ അങ്ങ് വീഴാം. പിന്നെ ആ മണ്ണിങ്ങോട്ട് നീക്കിയിട്ടാ മതിയല്ലോ. ചെല്ലേ. ഇതിനെന്താ പേര് പറയുന്നത്? ഇതിനാണ് നിലത്തെഴുത്ത് സംഗീതം. നിലത്തെഴുത്ത് സംഗീതം. അതെ, അതെ. ഞാൻ ഒന്ന് അങ്ങനെ ചെയ്യാം. ആദ്യം കമ്പ് കൊണ്ട് നോട്ടിയാ മതി കേട്ടോ. ആ, ആ, ആ. പിന്നെ പിന്നെ കൈ കൊണ്ട്. ആ, ആ. ആ, ആശാനെ കാറ്റ് ആശാനെ എന്താണ്? ഓടി രക്ഷപ്പെട്ടോ, ആകെ പ്രശ്നമായി. അയ്യോ കുതിരപ്പുറം ദാമോദരൻ നമ്പൂരി വരുന്നുണ്ട്. ആ എന്തിനാടാ? എനിക്കറിയത്തില്ല. എന്തുവാ? അയാളല്ലേ ഇവിടെ വരേണ്ടത്. അതെ. അയാളുടെ പേര് പറഞ്ഞ നിങ്ങൾ വന്നത് ആ. മൊത്തം കുളമാകും. നോക്കിയോ. സൂര്യമൗലവി, ആ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ചൊറി. ഏ അങ്ങനെ വരുന്നെങ്കിൽ ചൊറിയണം. നീ എനിക്ക് ചൊറിയണമെങ്കിൽ തേച്ച് തന്നിട്ടാ നീ ഇവിടെ കയറി നിൽക്കുന്നേ. എനിക്ക് തന്ന ചൊറിയണമെങ്കിൽ എന്താന്ന് നിങ്ങൾക്ക് അറിയാവോ? സുരാജേ, ടിനി ടോം, ഇവൻ കാണിച്ച പണി ഇവന്റെ പേരെന്താണെന്നറിയാവോ? കള്ളപ്പേരവനിട്ടേക്കുന്നത്. ഇവന്റെ പേര് യഥാർത്ഥത്തിൽ ബിനു വർഗീസ്. സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട വേദിയാണിത്. ഇവിടെ സംഗീതം അഭ്യസിപ്പിക്കേണ്ടത് ഞാനായിരുന്നു. നിന്നെ എന്റെ കയ്യിൽ ഇപ്പോ കിട്ടിയാൽ ഈ തോൾ സഞ്ചിയാണെന്ന് ഞാൻ നോക്കി ഇതിനടിച്ച് നിന്റെ തല അടിച്ച് ഞാൻ താഴെ ഇടും. എടാ, പണ്ട് കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്, താൻ ഇരിക്കേണ്ടടുത്ത് താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ ഞാൻ കയറിയിരിക്കും. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞാൻ വെല്ലുവിളിക്കുന്നു. എന്ത്? നിനക്ക് എന്നെ പാടി തോൽപ്പിക്കാൻ സാധിക്കുമോ? പാടി തോൽപ്പിച്ചാൽ? പാടി തോൽപ്പിച്ചാൽ നിനക്ക് ഇവിടെ വീണ്ടും തുടരാം. ഇല്ലെങ്കിൽ ഞാൻ തുടരും. നിന്റെ സത്യം കള്ളവുമല്ല, ഞാൻ വെളിയിലാക്കും. അതെയോ? ആ. എന്നാ തുടങ്ങാം നമുക്ക്. തുടങ്ങിക്കോ, മത്സരിക്കാം. തോപ്പിക്കും. ദേവസപാതലം രാഗിലമാകുവാൻ നാദമയൂഗമേ സ്വാഗതം. ദേവസപാതലം രാഗിലമാകുവാൻ നാദമയൂഗമേ സ്വാഗതം സ്വാഗതം സ്വാഗതം. ഋഷഭം. രാമകഥ ഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പറയുക സാഗരമേ, ശ്രുതിലയ സാഗരമേ. ഗാന്ധാരം. ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ പാക്കിളിമകളെ തേൻ കുറുമൊഴിയേ അരിയറിയൂ ഞാൻ അതിലിരുന്നാടു കനകലിപികളിലെഴുതിയ കവിത നനകൾ. ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. സുമം. മൃദംഗം കയ്യിലെടുക്കും മദ്ദളം സപ്രഭം
ധാ 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 റംഗ ധാ 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 മദനി സി 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 നൊന്നോ നൊന്നോ എട് നന്നനന്നയോ? നൊന്നോ എന്നെ പഠിപ്പിച്ചില്ലല്ലോ. അത് ചതി, അത് എന്നെ നീ ചതിച്ചതല്ലേ? പറട്ടെ. എന്റെ ആശ എന്നെ ചതിച്ച നന്നനന്നോ? ദേവദേവ കലയാമിതേ ശരണാംബുജ സേവനോ ദേവദേവ കലയാമിതേ ഗമകം തകർതകൃതോം തന്തോം തതോം തകൃതോം താതകൃതോം തതോം 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 തകർതകൃതോം 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 തകർതകൃതോം. ഓ ശ്വാസം കിട്ടാതെ ഓയെ പിടിച്ചോ. ഓ ആ, ഓ ഓ മലാളെ കണ്ടു ഞാൻ പൂങ്കിനാവി താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവി രാപ്പാടി correct. കേഴുന്നുവോ രാപ്പൂവും നീനുന്നുവോ നുന്നുവോ നീലവാനച്ചോലയിടുന്ന ചന്ദ്രികേ ഞാൻ രചിച്ച കവിതകൾ കണ്ടു കണ്ടു കണ്ടില്ല ആ. കേട്ടു കേട്ടു ഇരളിയാ? കേട്ടില്ല. എങ്ങനെയാടാ അതിന്റെ ബാക്കി എങ്ങനെയാടാ? കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല അത് അവിടെ എനിക്ക് കിട്ടുന്നില്ല. ആ ഇത് സംഭവം കൂടുതൽ ഉറയ്ക്കണ്ട. ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്നറിയോ? ആ. നീ എന്നെ പറ്റിച്ച് ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കുന്ന അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എടാ എനിക്ക് കിട്ടേണ്ട പണിയല്ലേ നീ ഇവിടെ, അതൊക്കെ ഒരു മര്യാദ. അത് മര്യാദ എന്ന് പറഞ്ഞാൽ നീ എന്നെ എത്ര പ്രാവശ്യം പറ്റിച്ചിട്ടുണ്ട്? എടാ നമ്മൾ കലങ്കിന്റെ അടിയിരുന്ന് ചീട്ട് കളിക്കാറുണ്ട്, നമ്മൾ പല ഉടായ്പകളും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇതെന്നെ അറിയിക്കേണ്ടതായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ ഫ്ലവേഴ്സിന്റെ കാശ് മൊത്തം നീ അങ്ങനെ വലിച്ചു തിന്നണ്ട. അതാ എനിക്ക് കിട്ടിയാലും നിനക്ക് കിട്ടുന്നവരല്ലോ. എങ്ങനെ പകുതി ഞാൻ തരത്തില്ലേ? എടാ സൂര്യ, എടാ ചന്ദ്ര, നീ എന്തിനാ ഈ പേര് മാറ്റിയിട്ട് ഇങ്ങനെ ഇവിടുത്തെ പന്നപ്പണി കാണിക്കാൻ നിൽക്കും? നീ സൂര്യനും ഞാൻ ചന്ദ്രനും. അന്നാ അങ്ങനെ പറയണായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞതാ, അപ്പൊ നിന്നെ കണ്ടില്ല, ഞാനത് അങ്ങ് ഒറ്റയ്ക്ക് പോകുന്നത്. പിന്നെ നീ ഒരു കാര്യം വേണം. എന്താണ്? നമ്മൾ പണ്ട് എനിക്ക് കിട്ടുന്നത് നിനക്ക് തരാറുണ്ട്, നിനക്ക് കിട്ടുന്നത് എനിക്കും തരാം. ഞാനതല്ലേ പകുതി നിനക്ക് തരാന്ന് പറഞ്ഞത്. പറഞ്ഞത് ധാരണ പോയിരുന്നു ഇങ്ങനെ. നിങ്ങൾ ചെയ്താൽ മതി, അല്ലാതെ നമുക്ക് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഇത് കുറെ നേരം ഇങ്ങനെ എന്തൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അല്ല. ഇപ്പൊ മനസ്സിലായി താനെന്ന് യഥാർത്ഥ സംഗീതജ്ഞന്മാരല്ലാന്ന്. കർണാടക സംഗീതം തനിക്ക് എന്താണെന്ന് അറിയാടോ? കർണാടക സംഗീതം സത്യം പറയരുത്, അടിക്കരുത്. ഞാൻ കർണാടകത്തിൽ പോയിട്ടുമില്ല, സംഗീതവും എനിക്കറിയത്തില്ല. കർണപടത്തിൽ ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ എനിക്ക് കർണാടകമായിട്ടുള്ള ബന്ധം. ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വിളിച്ചു വരുത്തിയിട്ട് വന്ന ഗസ്റ്റ് അവര്, ഓക്കെ? അപ്പൊ അവരോട് അപമര്യാദയായിട്ട് പെരുമാറാനുള്ള അവകാശം സുരായിട്ടില്ല. മറിയിക്ക്, മനസ്സിലായോ? എണീക്കടോ, അതാണ് പുറത്തേക്കുള്ള വഴി. ഇനി കോമ്പൗണ്ടി കണ്ടുപോരുന്നു, മനസ്സിലായോ? ഇറങ്ങ നടക്കാൻ മെഴുകുതിരിയെ പോലെ ഇരിക്കുവാണെങ്കിൽ ചൂട് കണ്ടോടാ. അല്ലെങ്കിലേ അതെ ഹലോ ഒന്ന് നിന്ന്. ഇയാൾ ഇവിടെ നിൽക്കണമെന്നില്ല, പോവാല്ലേ? വല്ല ഷാപ്പിലൊക്കെ ഇരുന്ന് പാടേണ്ട പാട്ടുകാരെ ഈ ഫ്ലോറിൽ വന്ന് കിടന്ന് പാടിയേക്കുന്നു. ഇതിനിപ്പോ എന്ത് ചെയ്യാ? ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ ചിരി കാഴ്ചകൾക്കിടയിൽ ഇനി ഒരു ചെറിയ ഇടവേള. കുടിച്ചിട്ടുണ്ടോ? എന്റെ ഫാദർ തന്നെയാണ് പറഞ്ഞത്, ദുഃഖ വെള്ളിയാഴ്ച 2 അടിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു, ദുഃഖ വെള്ളിയാഴ്ച കഴിക്കുന്ന മോശമല്ലേ? എടാ, മറ്റന്നാ കർത്താവ് ഉയർത്തെഴുന്നേക്കുന്ന ഉറപ്പാണ്, അതുകൊണ്ട് നമ്മൾ ഇന്നേ ആഘോഷിക്കുന്നു. ഇല്ലായിരുന്നു ഞാൻ അടിക്കില്ലായിരുന്നു. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇവരെ വെറുതെ പറഞ്ഞുവിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അന്ന, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. പക്ഷേ ഇനിയും പാട്ട് പാടേണ്ടി വരും. കുടുംബക്കാർക്ക് എല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ അവർക്ക് പാടിക്കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാണ്? നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ടേ. മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ടേ. സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്.
വീട്ടുകാർ മൊത്തം കുടിയന്മാരാന്ന് മനസ്സിലായി. സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് വരെ കുടിച്ച് സൂഹിക്കാലോ എന്ന്. ഏതായാലും കാനായിലെ കല്യാണത്തിന് ഈശോ വെള്ളമാണ് വീഞ്ഞാക്കിയത്. ഇനി കർത്താവ് വാറ്റിന്നും കൂടി പറ. ഇതിപ്പോ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ, വാറൊക്കെ അടക്കുമ്പോ കുറെ കുടിയന്മാർ വിഷമിക്കണ്ടാവും, അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കും. അതെ അതെ, ഷാപ്പുകൾ ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഷാപ്പിന്റെ ഓർമ്മ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പാട്ട് പാടിയത്. അല്ലാതെ കുടുംബക്കാർ കുടിക്കുന്നുണ്ടെന്നും അല്ല അല്ലേ? അല്ലല്ല, ഒരിക്കലും അല്ല. കുടിച്ചിട്ടുണ്ടോ? വേണ്ട. ഓക്കെ, ഇല്ല 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 ഇല്ല. ആ വെള്ളം കുടിച്ചിട്ടുണ്ടല്ലേ? ആ വെള്ളം കുടിച്ചിട്ടുണ്ട്. പിന്നെ കാഞ്ഞ് വീഞ്ഞാക്കിയ അതെന്താന്ന് പറയട്ടെ, കാനായിലെ വെള്ളം വീഞ്ഞാക്കിയ ഒരു ജനങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ. അതായത് വീഞ്ഞെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ജനറൽ പാനീയമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് ബൈബിളിൽ ചിലർ തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. ഈ അടുത്ത് എന്റെ ഫാദർ തന്നെയാണ് പറഞ്ഞത്, ദുഃഖ വെള്ളിയാഴ്ച 2 അടിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു, ദുഃഖ വെള്ളിയാഴ്ച കഴിക്കുന്ന മോശമല്ലേ? എടാ, മറ്റന്നാ കർത്താവ് ഉയർത്തെഴുന്നേക്കുന്ന ഉറപ്പാണ്, അതുകൊണ്ട് നമ്മൾ ഇന്നേ ആഘോഷിക്കുന്നു, ഇല്ലായിരുന്നു ഞാൻ അടിക്കില്ലായിരുന്നു. പിന്നെ പുള്ളി പറഞ്ഞ മറ്റൊരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാല് തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. അതായത് 4 പേരുടെ മധ്യത്തിൽ ദൈവം ഉണ്ടെന്ന് ഇതിലെഴുതിയിട്ടുണ്ടെന്ന്. 4 പേരുടെ, അതായത് 4 പേര് നമ്മളുണ്ടെങ്കിൽ നമ്മുടെ നടുക്ക് ദൈവമാണ് ഉദ്ദേശിച്ചത്. പുള്ളി ഉദ്ദേശിച്ചത് 4 പേരുടെ മധ്യത്തിൽ ദൈവം ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ അക്ഷരത്തിനെയൊക്കെ മാറ്റി പറയാം. അതുപോലെ പറഞ്ഞാണ് കത്രീന. നമ്മുടെ ഈ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ വരുന്നവരൊക്കെ ഇതിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കണമെന്നാണ്. അപ്പൊ ഇത്ര സമയം അവിടെ ഇരുന്നു നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടു, എന്താണ് പറയാനുള്ളത്? കുടുംബാംഗങ്ങളുമായിട്ട് എല്ലാ ദിവസത്തിൻ്റെ ഫുൾ സ്ട്രെസ് കഴിഞ്ഞിട്ട് ഒന്ന് ഒരുമിച്ചിരുന്ന് പൊട്ടിച്ചിരിച്ച് സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റാന്ന് പറയുന്നത് ഒരു ഭയങ്കര ദൈവാനുഗ്രഹം. ഈ പരിപാടി കാണുമ്പോഴത്തേക്കും എത്ര ക്ഷീണമുള്ളൊരു ദിവസമായാലും നമ്മൾ ചിരിച്ചൊന്ന് ഉത്സാഹിക്കുമ്പോഴത്തേക്കും നല്ലൊരു ദിവസമായിരുന്നു, നമുക്ക് ഉറങ്ങാം, അങ്ങനെ ഒരു ഫീലിംഗ്. എപ്പോഴും നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ചിരിച്ചുറങ്ങണം. ഭീകരമായ കാര്യങ്ങൾ കണ്ടിട്ട് ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഒരു ഉദാഹരണമാണ് കോമഡി. അതെ, നമ്മുടെ ആയുസിനെ കൂട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ട്രെസ്സും കൂടാതെ ചിരിച്ച് സന്തോഷിച്ച് ഉറങ്ങുക. ഞാനിവിടെ നിന്ന് നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. അവസാനം ഈ ഭീകരമായ മോന്തയം കണ്ടിട്ടാ പോണത്, അത് കാരണം എനിക്ക് പേടിയാണ്. ഒരു കാര്യം കൂടെ, ഇത് ഭീകരമൊന്നുമല്ല, ഇത്രയും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മുഖം ഈ ജില്ലയിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാൻ ഞാൻ ഭ്രാന്തനായിരിക്കണം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ ചിരി കാഴ്ചകൾക്കിടയിൽ ഇനി ഒരു ചെറിയ ഇടവേള. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ഇന്നത്തെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് നിർത്തുന്നത്, പിന്നെ സൈനിങ് ഓഫ് ചെയ്യുന്നത് നമ്മുടെ കത്രീനയാണ്. കത്രീനയ്ക്ക് അവസരം കൊടുത്തിരിക്കുകയാണ്. ഇല്ല ഇല്ല, കത്രീന ഒന്ന് പറഞ്ഞു നോക്കട്ടെ, നന്നാവണേ സ്ഥിരമാക്കാലോ. ശരി, ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ ചിരിക്കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. നാളത്തെ ചിരിക്കാഴ്ചയുമായി നമുക്ക് കണ്ടുമുട്ടാം. കാണാം എന്ന പ്രതീക്ഷയോടെ ഗുഡ് നൈറ്റ്.